ഇന്നത്തെ വീഡിയോയിൽ ഇടുക്കിയിലെ അഞ്ചുരുളി ടണലിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, ടണലൊക്കെ നിറഞ്ഞ് വെള്ളം വരുന്ന ഒരു സമയമാണ്. മഴക്കാലത്ത് ഇടുക്കി കാണാൻ ഒരു പ്രത്യേക വൈബാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ റിമോട്ടായിട്ടുള്ള കുറച്ച് ഏരിയാസൊക്കെ പിടിച്ച് പോവുകയാണെങ്കിൽ ഇഷ്ടംപോലെ കാപ്പിയും ഏലവും ഏലമൊക്കെ പൂത്ത് നിൽക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ. മഴയായാൽ പിന്നെ ഇടുക്കിയിൽ എവിടെ നോക്കിയാലും കോടമഞ്ഞും പച്ചപ്പും ഹരിതാഭയും ചെറിയ ചെറിയ അരുവികളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും ആകെ മൊത്തം നല്ലൊരു വൈബാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് ഏലത്തോട്ടങ്ങൾ കാണാം, ഏലക്ക പൂത്ത് കായ്ച്ച് നിൽക്കുന്നത് കാണാം, അതോടൊപ്പം തന്നെ ചെറിയ ചെറിയ അരുവികളും. അപ്പോൾ ടണലിൽ എത്തുന്ന ആ ഒരു സ്പോട്ട് വരെ അത്യാവശ്യം ഒരു 2-3 കിലോമീറ്റർ നല്ല തിക്കായിട്ടുള്ളൊരു കാടിൻ്റെ ആംബിയൻസും എല്ലാം ഉണ്ട്. അപ്പോൾ ഈ മഴ സമയത്ത് ടണലിൽ അത്യാവശ്യം നന്നായിട്ട് നീരൊഴുക്കുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ വേനൽക്കാലത്താണെങ്കിൽ പൊതുവേ അത് ഡ്രൈ ആയിരിക്കും. നമുക്കതിൻ്റെ അകത്തൊക്കെ കയറിപ്പോയി നിന്നുള്ള റീൽസൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അഞ്ചുരുളി ടണൽ അതിൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ 1974 പണി ആരംഭിച്ച് 1980 തുറന്നു കൊടുത്ത ഒരു ടണലാണ്. ടണലിൻ്റെ നീളം 5 കിലോമീറ്ററും അതിൻ്റെ വലിപ്പം ഏതാണ്ട് 24 അടിയാണ്. അഞ്ചുരുളി മുതൽ ഇരട്ടയാറ് വരെ ഒറ്റപ്പാറയിൽ തുരന്നെടുത്ത ടണലാണ് അഞ്ചുരുളി ടണൽ. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി. ഇത് ടണലിൻ്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഒരു 22 പേര് മരിച്ചു പോയിട്ട് ഉണ്ട് എന്നൊക്കെ ഫ്രണ്ടിൽ നമ്മൾ വരുമ്പോൾ ഇടുക്കിയുടെ മെയിനായിട്ടുള്ള അട്രാക്ഷൻസ്, അതായത് നമ്മൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് ചുറ്റുപാടുമുള്ള കുറേ അടുത്തുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം ഇവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ട് ഒരു വലിയ ഫ്ലക്സിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിങ്ങളുടെ സമയമൊക്കെ പോലെ നിങ്ങൾ ചുറ്റുവട്ടങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കണ്ടുവരിക. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഈ അഞ്ചുരുളി ടണലിൻ്റെ എക്സിറ്റ് ചെയ്യുന്ന ആ വെള്ളം നമ്മുടെ ഇടുക്കിയുടെ റിസർവോയറിലേക്കാണ് വരുന്നത്. പിന്നെ ഇടുക്കി റിസർവോയറിൻ്റെ ബാക്ക് സൈഡ് ആയതുകൊണ്ട് തന്നെ ദൂരെയായിട്ട് ഒരുപാട് മൊട്ടക്കുന്നും പച്ചപ്പും ഹരിതാഭയും കോടയും വെള്ളത്തിൻ്റെ അവർ ഇറങ്ങി നിൽക്കുന്നതുകൊണ്ടുള്ളൊരു തിട്ടയുടെ ഒരു ഇതും മൊത്തത്തിൽ ആകെ മൊത്തം ഒരു വൈബായിട്ടുള്ളൊരു സ്പോട്ടാണ്. മഴക്കാലമാണ് കൂടുതലും എക്സ്പ്ലോർ ചെയ്യാൻ നല്ലത്. വേനൽക്കാലത്ത് പ്രത്യേകിച്ച് വലിയ വൈബ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പേഴ്സണലി. അപ്പോൾ ഇടുക്കി നിങ്ങൾ കറങ്ങാൻ താല്പര്യപ്പെടുന്ന ലിസ്റ്റിൽ അഞ്ചുരുളി കൂടെ ഉൾപ്പെടുത്തിയാൽ അത് നഷ്ടമാവില്ല. പിന്നെ അതോടൊപ്പം തന്നെ അഞ്ചുരുളിയിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ അയ്യപ്പൻ കോവിൽ ഹാങ്ങിങ് ബ്രിഡ്ജിലോട്ട്. അപ്പോൾ ആ ഒരു സ്പോട്ടും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അടുത്തുള്ളത്. അപ്പോൾ അതും നമുക്ക് കവർ ചെയ്ത് ആ ഒരു ഒറ്റ വരവിൽ തന്നെ 2 സ്പോട്ടും കവർ ചെയ്ത് നമുക്ക് പോകാൻ പറ്റും.